ഇപ്പോ പേരോടിനെ ചില കാര്യങ്ങൾ അക്കമിട്ട് പഠിപ്പിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. പോയിന്റ് ആയിട്ട് എന്താ, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമല്ല എന്നല്ലേ എന്നാ ചെറുശ്ശേരി നിങ്ങൾക്ക് പറഞ്ഞുതരാ. ചിലർ പറയുന്നത് എന്താ നിങ്ങൾ തമ്മിൽ പ്രശ്നം, അങ്ങനെ ഒരു പ്രശ്നമൊന്നുമല്ലല്ലോ. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ആശയത്തിൽ തന്നെയാണ്, കേവലം സംഘടനാപരമല്ല എന്ന് ചെറുശ്ശേരി നിങ്ങൾക്കൊരു ക്ലാസ് എടുത്ത് തരുന്നുണ്ട്, കേട്ടോളൂ. പിന്നെ ഒരു തെറ്റിദ്ധാരണകൾ, എത്ര പെങ്ങൾ തമ്മിൽ വ്യത്യാസമോ ക്ഷേമമുള്ളൊരു മൂന്നാലെണ്ണം തന്നെ പറയാഞ്ഞാൽ ഈ ചോദ്യം ബാക്കിയാവുമല്ലോ. എത്ര പെങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, പിന്നെ നിങ്ങൾക്കാണ് ഒന്നായിക്കൂടെ? ഒരു വ്യത്യാസം പറയുമ്പോൾ പറയേണ്ടി വരുമല്ലോ, പിന്നെ ഇത് ഉൾപ്പെടുത്തിയായിട്ട് കാര്യമില്ല. ഷംസുൽ ഉലമ ഗാഫറ എന്ന് പറഞ്ഞു ഇപ്പം നേതാക്കന്മാർ, ഞങ്ങൾ പറഞ്ഞില്ല. ഷംസുൽ ഉലമ വമ്പിച്ച മഹാപണ്ഡിതനും വിലായത്തുള്ള ഒലിജുമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മംഗലാപുരത്തിൽ വെച്ച് ഇതിനെ ഗണ്ണിച്ചു. ഗാഫറ എന്ന് പറഞ്ഞാൽ 8 ലക്ഷം ആളുകളാണ് മംഗലാപുരം ആ സ്ഥലത്ത്. ഷംസുൽ ഉലമൻ എങ്ങനെ പറഞ്ഞോ ആ ദേശത്തിന് വേണ്ടി അവിടെ അന്ന് കൂടിയ ആൾ. അത്രയധികം ആ ഗ്രൗണ്ടിൽ ജനം മുമ്പ് കൂടിയിട്ടില്ല എന്ന് അവിടുത്തെ ആളുകൾ പറഞ്ഞു. അത് ഞങ്ങൾ പറഞ്ഞില്ല. ഷംസുൽ ഉലമ ഗാഫറാണ്, അത് നിങ്ങൾ കേട്ടിട്ടില്ലേ? കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാൻ അത്തും പുത്തുമാണ് ഞങ്ങൾ പറഞ്ഞില്ലത്. അയാൾ മുജാബുദ്ദഅവയായ ഒരു മഹാനാന്നാണ് പറഞ്ഞത്. ഇന്നിവിടെ നടപ്പിലുള്ള സകല മുസഹഫുകളും റസ്മു ഉസ്മാനിയ, ഇന്ന് സാധാരണ നമ്മളെ വരയിലൊക്കെ നടക്കുന്ന ഖുർആൻ ഉണ്ടല്ലോ, അത് റസ്മു ഉസ്മാനി അല്ല. അത് മുഴുവൻ അതിൽ ഓതൽ ഹറാമാണ്, അത് ചുട്ടുകരിക്കേണ്ടതാവുന്നു എന്ന മറുഭാഗം പറഞ്ഞു. ഞങ്ങൾ സംഭവിച്ചിട്ടില്ല. ഒരു മിനിറ്റ് മനസ്സിലാക്കാനിടക്ക് എത്ര ഗൗരവമായി പറയണത്. എന്താ വ്യത്യാസം? ഷംസുൽ ഉലമ കാഫിറാണ് എന്ന് അവര്, നമ്മൾ പറയണ ഔലിയയാണ്. ഒന്നാമത്തെ പോയിന്റ്, അടിസ്ഥാന ചില്ലറ പ്രശ്നമല്ലേ ഉള്ളൂ അല്ലേ? രണ്ടാമത്തെ പ്രശ്നം എന്താ? ഞങ്ങൾ ഓടുന്ന ഖുർആനാണ് ശരി, നിങ്ങൾ ഓടുന്ന ഖുർആൻ ചുട്ടുകരിക്കണം, അത് ശരിയല്ല. ഖുർആൻ തന്നെ വ്യത്യാസമാണ്, അടിസ്ഥാനപരമല്ലല്ലോ, നിസ്സാര പ്രശ്നമാണല്ലോ. മൂന്നാമത്തെ കേട്ടോളൂ.